പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എല്ലാ നന്മയും ഒരു വിശ്വാസി പ്രാപിക്കുമ്പോൾ കൃപയുടെ ആത്മാവാം പരിശുദ്ധാത്മാവിൽ കൂടെയാണ് നമ്മിലേക്ക് എത്തുന്നത്. പരിശുദ്ധാത്മാവാം ദൈവം ത്രിത്വത്തിൽ മൂന്നാമനായിരിക്കുമ്പോൾ തന്നെ ഓരോ വിശ്വാസിക്കും വഴികാട്ടിയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നവനുമാണ്. മനുഷ്യഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തുടർന്നാണ് ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്നതും ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നല്ല വിത്ത് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മ പ്രവൃത്തി നടക്കും വരെയും അതിന് വ്യത്യാസം വരുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിനെ തൊട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ രക്ഷകനായ യേശുവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ കഴിയുക. നന്നായിട്ട് പ്രാർത്ഥിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. വചനം ഇപ്രകാരം പറയുന്നു: വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയായകയാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ദൈവമക്കളായ നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. ദൈവ വിഷയമായി സമ്പന്നരാകാൻ താല്പര്യപ്പെടുന്നു. ആത്മീകമായി ഫലം പുറപ്പെടുവിക്കുന്നവർ ആകുവാൻ ബന്ധപ്പെടുന്നു. എന്നാൽ ഇതിനെല്ലാം പുറകിൽ പരിശുദ്ധാത്മാവിന്റെ തുണയും ശക്തിയും സഹായവും ഇല്ലാതെ കാര്യങ്ങൾ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന ശക്തിയാലും കൃപയാലും അല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സാധിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ആ നല്ല വഴികാട്ടിയും ആശ്വാസപ്രദനുമായ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? ജീവിതയാത്രയിൽ പാപ വഴികളെ വിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് മനസാക്ഷിയിൽ ഉപദേശിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പാപം ചെയ്യുന്നുവെങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ചിന്തയിലോ വിചാരത്തിലോ പോലും പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കരുത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിന് അവന്റെ എല്ലാ ആലോചനകൾക്കും എല്ലാ ബുദ്ധി ഉപദേശങ്ങൾക്കും നാം പൂർണ്ണമായി വഴങ്ങുകയും അനുസരിക്കുകയും ചെയ്തിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവനെ കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് എല്ലാ ബഹുമാനവും പുകഴ്ചയും നൽകി നമ്മുടെ ബലഹീനതകളെ സമ്മതിച്ചുകൊണ്ട് നമ്മെ തന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മ ശക്തി ഇല്ലാതെ ഈ പാപലോകത്തിൽ ഒരു ജയജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയില്ല. ആയതിനാൽ ആ നല്ല ആത്മാവിനെ പ്രാപിച്ചും അവനാൽ വൻകാര്യങ്ങൾ ദൈവത്തിനായി പ്രവർത്തിച്ചും പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്: പിതാവും പുത്രനോട് തുല്യനായ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ് നമ്മുടെ ദൈവം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവിനെ ബൈബിൾ പ്രാവിനോട് ഉപമിക്കുന്നതായി കാണാം. പ്രാവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന്റെ കൂട് നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാല് ആ പ്രാവ് അത് കണ്ടു കഴിയുമ്പോൾ ആ പ്രാവിന്റെ കണ്ണിൽ നിന്ന് 1-2 തുള്ളി കണ്ണീർ വരികയും ആ പ്രാവ് അകലേക്ക് എവിടെയെങ്കിലും പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ കൂട് നശിപ്പിച്ചവനെ ഉപദ്രവിക്കാൻ ആ പ്രാവ് നിൽക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പ്രാവിനോട് ഉപമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ര നിഷ്കളങ്കനായ ദൈവമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവിന് പെട്ടെന്ന് ദുഃഖം വരും. അതുകൊണ്ട് നമ്മൾ മാരകഭാവം സ്ഥിരമായി ചെയ്ത് നമ്മൾ അതിൽ നടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്.
ഇനിയിപ്പോ ഏതെങ്കിലും കാരണവശാൽ മാരവിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളാണെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുക. ഇനി മറ്റു മതസ്ഥരാണെങ്കിൽ അത് ദൈവത്തോട് നേരിട്ട് പാപം ഏറ്റുപറയുക. ഇനി മാരവിവാഹങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പരിശുദ്ധാത്മാവിനെ ആർക്കാണ് കിട്ടുക? ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ്. നമ്മുടെ കർത്താവ് കുരിശില് മരിച്ചു കഴിഞ്ഞ് ഉയർത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ സഹായകനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും എന്ന്. അങ്ങനെ കർത്താവ് കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്ത സ്വർഗത്തിലോട്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലോട്ട് ശക്തിയായി വരികയുണ്ടായി. കർത്താവ് കുരിശിൽ മരിച്ച് ഉയർത്ത് സ്വർഗത്തിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കുമായി കർത്താവ് നൽകി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഏത് മതസ്ഥരാണേലും പരിശുദ്ധാത്മാവ് ദൈവമേ എൻ്റെ ഹൃദയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു കാരണവശാലും നമ്മൾ മാരക പാവങ്ങൾ ചെയ്ത് ദുഃഖിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പല മനുഷ്യരുടെയും ഒരു സംശയമാണ് മനുഷ്യർക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന്. അതിന് വ്യക്തമായ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയും പരിശുദ്ധാത്മാവ് പറയണ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്താൽ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും എന്ന് ഉറപ്പാണ്. പല വിശുദ്ധന്മാരുടെയും ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കത് പറഞ്ഞു തരും. ഇപ്പൊ നമ്മളൊരു തെറ്റായ ഒരു പാപം ചെയ്യാനുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നിഷ്കളങ്കനായ ദൈവമായതുകൊണ്ട് ആ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് വല്ല കുഴപ്പം വരുമോ എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിഷ്കളങ്കനായതുകൊണ്ട് അതും പരിശുദ്ധാത്മാവ് ഉള്ളവരോട് പരിശുദ്ധാത്മാവ് പറയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ നിഷ്കളങ്കനായ ദൈവമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മാരകഭാവത്തിൽ തുടരാൻ പാടില്ല. മാരകഭാവത്തിൽ വീഴാതെ നോക്കുകയാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ അപകടങ്ങളിലൊന്നും ചാടിക്കാതെ നോക്കും. നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ ആ യാത്ര പോണതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് പറയും ആ യാത്ര പോണോ വേണ്ടയോ എന്ന്. എന്തെങ്കിലും അപകടം മുന്നിൽ കാണുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ആ യാത്ര പോകരുത് എന്ന്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നിൽ വല്ല അപകടങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് മാറ്റി വിടുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ ഒത്തിരി പ്രയോജനങ്ങൾ നമുക്കുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോവുമോ എന്ന് പലരുടെയും ഒരു സംശയമാണ്. നമ്മൾ മാരകഭാവത്തിൽ സ്ഥിരമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോ അഥവാ മാരകഭാവം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോയില്ലെങ്കിൽ കൂടി പരിശുദ്ധാത്മാവ് നിർവീര്യമാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഉറങ്ങിക്കിടക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വളരെ ദുഃഖം വന്ന ഒരു പാവമാണ് അത്. പരിശുദ്ധാത്മാവ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മളത് കണ്ണു അടച്ച് അനുസരിക്കുകയാണെങ്കിൽ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് സ്ഥിരമായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മളെ ഒരു അപകടങ്ങളിലും പാവങ്ങളിലും ഒന്നും വീഴുകയില്ല, ഉറപ്പാണ്. അത് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഇപ്പൊ നിലവിലില്ലെങ്കിൽ നമ്മളെ ദൈവത്തോട് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരിക എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പല ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ശക്തി പ്രാപിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ നടന്നു തുടങ്ങാൻ തുടങ്ങും. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി പ്രയോജനം നമുക്കുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിഷ്കളങ്കനായ ഒരു ദൈവമായതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പെട്ടെന്ന് തന്നെ ദുഃഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ മാരകപാപങ്ങളൊന്നും ചെയ്ത് നമുക്ക് ദുഃഖിപ്പിക്കാതിരിക്കാം. അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ അപകടങ്ങളിലൊന്നും വീഴാതെ ഒരു ജയജീവൻ നയിച്ച് ദൈവം നമുക്ക് തീരുമാനിച്ചിരിക്കുന്ന ആയുസ് ഈ ഭൂമിയിൽ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിനോട് കൂടി തന്നെ നമുക്ക് സ്വർഗത്തിലോട്ട് പോകുവാനും പറ്റും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.